ഒരു സൺഡേ ഈവനിങ് പാവ് ബജി കണ്ടാലോ? ചൂടായ പാനിലേക്ക് ബട്ടർ ഇട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അതിനുശേഷം അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. സവാള ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് സവാള നല്ലോണം ഒന്ന് വേവണം. സവാള ഒന്ന് വെന്ത് വരുമ്പം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും ചേർക്കാവേ. പിന്നെ അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. ഒന്ന് വഴറ്റിയതിന് ശേഷം വീണ്ടും വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കാൻ വയ്ക്കുക. അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും അതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കണം. ഞാൻ 3 കളർ ക്യാപ്സിക്കം കുറച്ച് എടുത്തിട്ടുണ്ട്. ഒരു കളറേ ഉള്ളെങ്കിൽ അങ്ങനെ എടുക്കാം. ക്യാപ്സിക്കം ഇട്ട് ഒന്ന് വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഈ എല്ലാ ഇൻഗ്രീഡിയൻസും വെന്ത് ഒന്ന് ചേരണം. അതൊന്ന് വെന്ത് നല്ലോണം ആയി കഴിയുമ്പം നമുക്ക് വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്ത് കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് പാവ് ബജി മസാല ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 സ്പൂണോളം ചേർത്തു. പിന്നീട് അതിലേക്ക് വേവിച്ചുടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മാഷ് ചെയ്ത് എടുക്കുക. ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് വെള്ളം പെട്ടെന്ന് വറ്റും. അപ്പം ആവശ്യത്തിന് വെള്ളവും നമ്മൾ ഒഴിച്ച് കൊടുക്കുക. മല്ലിയില ഇടുക. ലാസ്റ്റ് എല്ലാം കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ബട്ടറും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ ബജി റെഡി. ഇനി നമുക്ക് പാവ് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അത് ഒരു പാൻ വെച്ച് അതിലേക്ക് ഇച്ചിരി ആ ബാജിയുടെ ചാറ് ഒഴിച്ച് ബട്ടറും കൂടെ ഇട്ട് 2 ബണ്ണ് എടുത്ത് അതൊന്ന് ചൂടാക്കി ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുക. അങ്ങനെ പാവ് ബണ്ണും റെഡി. സെർവ് ചെയ്യുമ്പം നമുക്ക് ഒരു സവാളയും കൂടെ വേണമെങ്കിൽ അരിഞ്ഞ് വയ്ക്കാം. അതിലേക്ക് നാരങ്ങയും പിഴിഞ്ഞ് അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാം.